ഇവിടെ മദ്യത്തിന്റെ വ്യാപനത്തെ കുറിച്ചിട്ടാണ് സനോജ് വല്ലാതെ സങ്കടപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ സനോജ്, മദ്യത്തിന്റെ വ്യാപനത്തെ കുറിച്ച് സംസാരിച്ചാൽ കേരളത്തില് സ്കൂളുകളുടെയും ആരാധനാലയങ്ങളുടെയും അടുത്തുനിന്നുള്ള ദൂരപരിധി 200 മീറ്റർ ആയിരുന്നു. അത് 50 മീറ്റർ ആയിട്ട് ചുരുക്കി കൊടുത്തത് നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ ഇരുന്ന കാലത്താണ്. കേരളത്തിലെ മദ്യത്തിന്റെ മാത്രമല്ല മയക്കുമരുന്നിന്റെയും വ്യാപനം കൂടിയത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ്. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാനെ താങ്കൾ ആക്ഷേപിക്കുന്ന രീതിയിലാണ് അഡ്രസ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ ഭരിക്കുന്ന കാലത്താണ് കേരളത്തിൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപഭോഗവും അതിന്റെ മറ്റെല്ലാ തരത്തിലുമുള്ള കെടുതികൾ കൂടിയത് 300% വർദ്ധിച്ചത്. ഓപ്പറേഷൻ ഡി ഹണ്ട് പോലെയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു, അത് മോശപ്പെട്ട കാര്യമാണെന്ന് പറയുന്നില്ല. പക്ഷേ അത് കുറെ കൂടി ക്രിയാത്മകമായിട്ട് ഈ 10-30 ദിവസത്തിനുള്ളിൽ നടപ്പാക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് സാധിച്ചത് കൊണ്ടാണ് 3500ഓളം കേസുകളും അത്രത്തോളം പ്രതികളും ഒക്കെ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ മറ്റൊരു കാര്യമാണ്, അത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിന് ഏറ്റവും അടിയന്തര ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ താങ്കൾ പറഞ്ഞ കാര്യം മദ്യ കമ്പനികൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നു. ഒയാസിസ് ആയാലും ബെക്കാഡി ആയാലും ഞങ്ങൾക്ക് ഒരു നിലപാടാണ്. അതിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ആശങ്കയ്ക്ക് ഇട വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ജനാധിപത്യ സംസ്കാരത്തിന്റെ ഭാഗം. സനോജിന്റെ ഒരു ആക്ഷേപമുണ്ട്, കേരളത്തിലെ മദ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് UDF സർക്കാർ ശ്രമിക്കുന്നു. എന്തായാലും 10-35 ദിവസത്തിനുള്ളിൽ ശ്രമിച്ചാലും എത്രത്തോളം ശ്രമിക്കപ്പെടാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് റാഷിദിന്റെ ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ 29 ബാറിൽ നിന്ന് 1000ഓളം ബാറുകളിലേക്ക് ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കൊടുത്തത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്. ബാറുകളുടെ സമയം 11 മണി തൊട്ട് രാത്രി 11 മണി വരെ എന്നുള്ളത് രാവിലെ 10 മണി തൊട്ട് രാത്രി 12 മണി വരെ കൂട്ടിക്കൊടുത്ത LDF സർക്കാരിന്റെ കാലത്ത്. 5 ലക്ഷം രൂപ അധികം കൊടുത്താൽ വെളുപ്പിന് 3 മണി വരെ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തത് LDF സർക്കാരിന്റെ കാലത്ത്. പൊതുമേഖലയിലുള്ള മലബാർ ഡിസ്റ്റിലറിയും ട്രാവൻകൂർ ഡിസ്റ്റിലറിയും നഷ്ടത്തിലാക്കുന്ന രീതിയിലേക്ക് മെല്ലപ്പോക്കിലേക്ക് നയിച്ചത് മറ്റ് അന്യ സംസ്ഥാന മദ്യലോബികൾക്ക് വേണ്ടിയാണെന്നുള്ള ആരോപണം നേരിട്ടതും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്. മുൻ എക്സൈസ് മന്ത്രി MP രാജേഷാണ് എലപ്പുള്ളിയിലെ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് PROയെ പോലെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. ഏത് മഴവെള്ള സംഭരണിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പാലക്കാട് വിക്ടോറിയ കോളേജിലെ വനിതാ ഹോസ്റ്റലിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ഹോസ്റ്റൽ അടച്ചിടുന്ന സാഹചര്യത്തിൽ മഴവെള്ള സംഭരണിയിലൂടെ മദ്യം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒയാസിസ് കമ്പനിക്ക് വേണ്ടി PRO പണിയെടുത്തത് LDF സർക്കാരിന്റെ മന്ത്രി. ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനങ്ങളിൽ അധികമായിട്ട് ഇടപെട്ടതും LDF സർക്കാരിന്റെ കാലത്ത്. വിദേശ നിർമ്മിത വിദേശ മദ്യം വിൽപ്പനയ്ക്ക് വെച്ചത് LDF സർക്കാരിന്റെ കാലത്ത്. 2 വർഷമായിട്ട് കേരളത്തിലെ ബാറുകളിലൊന്നും ഒരു പരിശോധന നടത്താതിരുന്നത് LDF സർക്കാരിന്റെ കാലത്ത്. കഴിഞ്ഞ ഒരു വർഷം മാത്രം 100 കോടി രൂപയിലധികം ബാറുകളിൽ നിന്ന് പിരിച്ചെടുക്കാതെ നികുതി നഷ്ടമുണ്ടാക്കിയത് LDF സർക്കാരിന്റെ കാലത്ത്. KPSC ലളിതയും ഇന്നസെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യവർദ്ധനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പരസ്യം നടത്തി പാവപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയിട്ട് മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മദ്യത്തിന് വ്യാപനത്തിന് ഇട നൽകിയത് LDFന്റെ സർക്കാർ. അതുപോലെ 2017 മുതൽ 22-24 വരെ ആകെ 119 ബാറുകളിൽ മാത്രം പരിശോധന നടത്തി ബാർ മുതലാളിമാർക്ക് ഒത്താശ ചെയ്തത് LDF സർക്കാരിന്റെ കാലത്ത്. കുട്ടിക്ക് പേരിടുന്നത് പോലെ മദ്യത്തിന് പേരിടാൻ വേണ്ടി പരസ്യം ചെയ്ത് മദ്യവ്യാപനത്തിനെ ആഘോഷമാക്കിയത് LDFന്റെ സർക്കാർ. റെമി മാർട്ടിൻ കാണിച്ചിട്ട് ആളുകളെ ക്ഷണിക്കുന്നത് LDFന്റെ മുൻ സ്പീക്കറുടെ കാലത്ത്. അപ്പൊ മദ്യത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് അധികം ഞാനും പറയേണ്ടി വരും. മദ്യത്തിന്റെ വ്യാപനത്തിന്റെ അളവിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ബിവറേജ് ഔട്ട്ലെറ്റിലൂടെ വിൽക്കുന്ന കേസുകളുടെ എണ്ണം മാത്രം എടുത്താൽ പോരാ, ബാറുകളിൽ വിൽക്കുന്ന കേസുകളും നോക്കണം. മാത്രമല്ല റാഷിദെ, 2016 തൊട്ട് 26 വരെയുള്ള 10 വർഷക്കാലം കേരളത്തിലെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ വ്യാപനം 300 ഇരട്ടി വർദ്ധിച്ചപ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. അപ്പൊ മദ്യ വിൽപ്പന കുറഞ്ഞു എന്നുള്ളത് ഒരു തെറ്റായ നരേറ്റീവാണ്. മാത്രമല്ല ഡ്രഗ്സിന്റെ ഉപയോഗം കൂടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്തത് മദ്യവ്യാപനത്തിന് വേണ്ടിയാണ് അല്ലോ. അപ്പോ എന്ത് കിട്ടിയിട്ടാണെന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പൂർത്തിയാക്കട്ടെ. റാഷിദിന്റെ ചോദ്യം പ്രസക്തമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പ്രസക്തമായ ചോദ്യം UDFൽ ചർച്ച ചെയ്യും, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും, KPCCയിലും ചർച്ച ചെയ്യും, കോൺഗ്രസ് നേതൃത്വത്തിലും ചർച്ച ചെയ്യും. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള അത്തരത്തിലൊരു തിടുക്കം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്താനുള്ള ആർജവം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും UDFനും ഉണ്ട്. പക്ഷെ അത് ചോദിക്കാൻ റാഷിദിന് അവകാശമുണ്ട്, പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. പക്ഷെ CPMന് അവകാശമില്ല എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ വ്യത്യാസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 10 കൊല്ലക്കാലം ജലപീരങ്കി കാണാത്ത ആളുകൾ റോട്ടിൽ നിന്ന് ചെളിവെള്ളം കോരിക്കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ വരുന്നത്. അപ്പൊ അത്തരം അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വകുപ്പ് മന്ത്രിയോട് ആലോചിച്ചിട്ട് മറ്റു വകുപ്പിലെ മന്ത്രിമാരോട് ആലോചിച്ചിട്ട് ബജറ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ബജറ്റ് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയും കൂടിയാലോചിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ ഒരു മന്ത്രി മാത്രമാണ് 2 വകുപ്പും നോക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആലോചനകളെ നടന്നിട്ടുള്ളൂ. അതിനപ്പുറത്ത് മദ്യനയം എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അത് എക്സൈസ് വകുപ്പ് മന്ത്രിയും മറ്റു മന്ത്രിസഭാ അംഗങ്ങളും UDF ഒക്കെ കൂട്ടായി ആലോചിച്ചാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്.
മറ്റേ സനോജ്, ഞാൻ ഒരു കാര്യം, സനോജ് എന്നെ വെല്ലുവിളിച്ചു, നിങ്ങളുടെ മദ്യനയം എന്ത് കാണിച്ചതാന്ന്. ഞങ്ങളുടെ മദ്യനയം എന്താണെന്ന് ചർച്ചകൾക്ക് ശേഷം പറയും. ഞങ്ങൾ ഒളിച്ചു കടത്തില്ല, ഒരു തരത്തിലുള്ള നയങ്ങൾ ഒളിച്ചു കടത്തില്ല. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായാൽ തിരുത്താനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. പിന്നെ പ്രതിപക്ഷത്ത് ആയപ്പോൾ ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു വന്നു. നിങ്ങൾ പ്രതിപക്ഷത്ത് ആയപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടായത്. ഞങ്ങൾ പ്രതിപക്ഷത്ത് ആയിരുന്നപ്പോഴും ഞങ്ങൾക്ക് ചോദ്യമുണ്ട്, ഇപ്പോഴും ഞങ്ങൾക്ക് ചോദ്യമുണ്ട്. ഞങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നാൽ ഞങ്ങൾക്ക് തന്നെ അത് ചോദ്യം ചോദിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറി കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞത്. പിന്നെ താങ്കൾ 600 കോടി രൂപ നഷ്ടം വരാൻ പോകുന്നതിനെ ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. അതായത് ഈ നയം നടപ്പാക്കിയാൽ വരാൻ പോകുന്ന നഷ്ടമാണ് 600 കോടി രൂപ. നടപ്പാക്കിയിട്ടില്ല, അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ ആലോചന പോലും മദ്യനയത്തിലൂടെയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനം വരില്ല എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 600 കോടി രൂപ നഷ്ടം എസ്റ്റിമേറ്റ് ചെയ്യുന്നു. 100 കോടി രൂപ കഴിഞ്ഞ കൊല്ലം പിരിച്ചെടുക്കാത്ത നഷ്ടത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബാറുകളിൽ സെർച്ച് നടത്താത്തതിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി മദ്യവ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. കള്ള് ഒരു പോഷകാഹാരമാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ കണ്ണൂരുള്ള നേതാവാണ്, ഓർമ്മയുണ്ടാവുമല്ലോ ആളുടെ പേര്. കള്ള് പോഷകാഹാരമാണ് എന്ന് പറഞ്ഞ് മദ്യാസക്തി കുറയ്ക്കാനുള്ള നിലപാടിന്റെ ഭാഗമാണെന്നും താങ്കൾ പറയുന്നു. നിങ്ങൾ എന്താണ് മദ്യാസക്തി കുറയ്ക്കാൻ ചെയ്തത്? കുട്ടിക്ക് പേരിടുന്ന പോലെ മദ്യത്തിന് പേരിടാൻ പരസ്യം ചെയ്തത് നിങ്ങളുടെ എക്സൈസ് വകുപ്പാണ്. മാത്രമല്ല, കുടിച്ച കുപ്പി തിരിച്ചു കൊടുത്താൽ 20 രൂപ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് അതിനൊരു പ്രോത്സാഹനം കൊടുത്തത് നിങ്ങളുടെ എക്സൈസ് വകുപ്പാണ്. ഇതാണോ മദ്യാസക്തി കുറയ്ക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന നിലപാട്? പിന്നെ 29 ബാറുകളാക്കി കുറച്ചത് കോടതി വ്യവഹാരത്തിലല്ല, അങ്ങനെ കുറച്ചതിന് ശേഷമാണ് കോടതി വ്യവഹാരം വന്നത്. 29 ബാറായി കുറയ്ക്കാൻ തീരുമാനിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അത് കുറച്ചതിനെ തുടർന്നാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കോടതി വ്യവഹാരങ്ങളുടെ കഥ വരുന്നത്. അപ്പൊ നേരെ തിരിച്ചു പറയാൻ പാടില്ല. ഇനി അടുത്തത് താങ്കൾ ഞാൻ ന്യായീകരിച്ചു എന്ന്. ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്തത്, ഞാനൊരു ഫാക്റ്റാണ് പ്രസന്റ് ചെയ്തത്. നിങ്ങളുടെ കാലത്ത് എന്ത് നടന്നു, ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് എന്ത് നടന്നു, ഇതിൽ ഞങ്ങളുടെ നിലപാട് എന്താണെന്നാണ് പറഞ്ഞത്, അല്ലാതെ ന്യായീകരിക്കുകയല്ല ചെയ്തത്. തെറ്റായ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് 10 വർഷക്കാലത്തെ നിങ്ങളുടെ നടപടിക്രമങ്ങളുടെ തനിയാവർത്തനമാകാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. ഇനി അടുത്തത് MG യൂണിവേഴ്സിറ്റിയിൽ VC-യെ വെച്ചതും VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞു. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2025 ജൂലൈ മാസം 27-ാം തീയതി 4 VC-മാർ കേരളത്തിലെ RSS-ന്റെ പരിപാടിയിൽ പങ്കെടുത്തു. അന്ന് പിണറായി വിജയൻ മിണ്ടിട്ടില്ല, നാളെ ഇതുവരെ അക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല. പക്ഷെ VD സതീശൻ എന്ന മുഖ്യമന്ത്രി കൃത്യമായി VC-മാരുടെ നിലപാടിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അമ്പലക്കള്ളന്റെ വക്കീലിനെ പ്ലീഡറായിട്ട് വെച്ചു എന്നുള്ള ആരോപണം താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആ പ്ലീഡറായി വെച്ച ആൾക്ക് ഒരു ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം അതിനേക്കാൾ മുൻപ് മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ മാറ്റാൻ UDF-ന് ആർജവമുണ്ടായി. അത് പറയാൻ UDF-ൽ തന്നെ ആളുകളുണ്ടായി. അമ്പലക്കള്ളന്മാർ എന്ന് താങ്കൾ വിളിച്ച ആരെയാണെന്നറിയോ? പത്മകുമാർ, വാസു, വിജയകുമാർ, ശങ്കർദാസ് അടക്കമുള്ള ആളുകളെയാണ് താങ്കൾ അമ്പലക്കള്ളൻ എന്ന് വിളിച്ചത്. ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി അംഗത്തിൽ നിന്ന് സസ്പെൻഷൻ മാത്രം കിട്ടി നിൽക്കുന്ന ആ പത്മകുമാറിനെയാണ് അമ്പലക്കള്ളൻ എന്ന് വിളിച്ചത്. ഇപ്പോഴും പുറത്താക്കാത്ത വാസു കൊച്ചാട്ടനെയാണ് നിങ്ങൾ അമ്പലക്കള്ളൻ എന്ന് വിളിച്ചത്. ആദ്യം അവരെയൊക്കെ ഒന്ന് പുറത്താക്കി തിരുത്തിയിട്ട് വരണം. പിന്നെ ആർജവമുള്ള പ്രതിപക്ഷം വന്നുവെന്ന്, ഈ ആർജവം നിങ്ങൾക്ക് കിട്ടാൻ 10 വർഷം കാത്തിരുന്നു. ആ ആർജവം ഞങ്ങൾക്ക് പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ഇനി പ്ലീഡറെ നിയമിക്കുമ്പോൾ എല്ലാം പരിശോധിക്കേണ്ടേ എന്ന് ചോദിച്ചു. അതെ, രാംലല്ല കേസിൽ RSS-ന് വേണ്ടി ഹാജരായ CS വൈദ്യനാഥൻ എന്ന വക്കീലിനെ കൊണ്ടുവന്ന് KSIDC-യുടെ കേസിൽ, മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്ത കേസിൽ പൊതുമേഖലാ കമ്പനി CMRL കമ്പനിക്കെതിരെ വന്നിരിക്കുന്ന അന്വേഷണം തടയാൻ വേണ്ടിയിട്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തടയാൻ വേണ്ടിയിട്ട് KSIDC എന്ന പൊതുമേഖലാ സ്ഥാപനം 1 കോടി രൂപ മുടക്കി കൊണ്ടുവന്നത് RSS-ന്റെ വക്കീല. ആ വക്കീലിനെ നിയമിക്കുന്നതിന് മുമ്പ് പൊതുമേഖലാ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണെന്ന് താങ്കൾ പറഞ്ഞത്. പൂർത്തിയാക്കട്ടെ റാഷിദെ. വേഗത്തിൽ 30 സെക്കൻഡ് കൂടെ പൂർത്തീകരിക്കും. പൂർത്തിയായിട്ടോ, എനിക്കൊരു 30 സെക്കൻഡ് കൂടി തന്നാൽ മതി. എലപ്പുള്ളിയിലെ മദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിച്ച വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് പറഞ്ഞത്. കേരളത്തിൽ മദ്യ ഉൽപാദനം കൂട്ടുന്നതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞ മദ്യാസക്തി കുറയ്ക്കാനുള്ള നിലപാട് എങ്ങനെയാവുക? കേരളത്തിലുണ്ടാക്കിയാലും പുറത്തുണ്ടാക്കിയാലും കേരളത്തിലെ മനുഷ്യർക്കല്ലേ ഇത് കുടിക്കാൻ കൊടുക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പ്രോത്സാഹനം ചെയ്യുന്നു ബിസിനസ്സിനെ. ഏത് ബിസിനസ്സിനെ? മദ്യം ഉൽപ്പാദിപ്പിക്കാൻ. എന്നിട്ട് പറയുന്നു മദ്യം കുടിപ്പിക്കുന്നതിനെതിരെ ഞങ്ങൾ സംസാരിക്കുന്നു. ഇവിടെ കച്ചവടം പിടിച്ചത്രേ, ഇവിടെ കയ്യോടെ ഒന്നും പിടിച്ചില്ല. പരസ്യമായ നിയമസഭയുടെ മുമ്പിൽ വെച്ച പബ്ലിക് ഡോക്യുമെന്റ് ആണ് നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിലൂടെ ഒരു നിർദ്ദേശം വെക്കുന്നു, അതിൽ ശരിതെറ്റുകൾ സംസാരിക്കുന്നു, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഒളിച്ചു കടുത്ത് അല്ല ചെയ്തത്. എലപ്പുള്ളിയിലെ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് സകല സർക്കാർ ഫയലുകളും തിരിമറി നടത്തിക്കൊണ്ട് PROയെ പോലെ അന്നത്തെ എക്സൈസ് മന്ത്രി നടത്തിയ പണിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിർദ്ദേശം വെച്ചു, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ. പിന്നെ മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതിനെ കുറിച്ച് താങ്കൾ ആശങ്കപ്പെടേണ്ട. അന്ന് CPI-ക്കാർ പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. MN സ്മാരക
കേരളത്തിലേക്ക് അങ്ങോട്ട് പോയി പിണറായി വിജയൻ സന്ധി സംഭാഷണം നടത്തിയാണ് CPIയുടെ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പൊ ഇതെല്ലാം മുൻപ് നടന്നിട്ടുണ്ട്. പിന്നെ BJPക്കാരോട് ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട വരുമാനത്തിൽ ഒന്നാണ് മദ്യത്തിലൂടെയുള്ള വരുമാനം. കേരളത്തെക്കാൾ കൂടുതൽ ഉത്തർപ്രദേശിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലും ഉത്തർപ്രദേശിൽ ഇഷ്ടം പോലെ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് നേരെയാക്കിയിട്ട് കേരളത്തിലെ ഈ കാര്യത്തിൽ ഒന്ന് ശരി ജിൻഡോ ജോൺ. നേരെ